വൈറ്റി ട്രോൾസ്. ബാബു കം ബാക്ക്. ഈ വീഡിയോ നമുക്ക് വേണേ സ്കിപ്പ് ചെയ്ത് കളയാവേ. ഈ വീഡിയോ അത് റിബലിനെ കണ്ടോണ്ടല്ല ഞാൻ പറയണത്. ഈ വീഡിയോ എന്താണെന്ന് എനിക്കറിയാം. ഞാൻ ഇത് കണ്ടായിരുന്നു, ഇതിന്റെ കമന്റ് സെക്ഷനുകളൊക്കെ കണ്ടായിരുന്നു. ഇത് വേണേ നമുക്ക് കഴിവുണ്ടോ നിനക്ക്? ഹലോ കഴിവുണ്ടോ? ചന്തി ബ്രെയിൻ ഉള്ളവനാണ് വന്നത്. ഹലോ നീ ബ്രെയിൻ എടുത്ത് പറയല്ലേ. ബാബു കം ബാക്ക് അടിച്ചിട്ട് കാര്യമില്ല. ബാബുവിന്റെ ജീവിയിലെ സ്ലോട്ടൊന്നും വേണ്ട, മനസ്സിലായോ? ബാബുവിന്റെ സ്ലോട്ടിന്റെ ആവശ്യമൊന്നുമില്ല. ഞാൻ ആ നിക്കറിട്ട് മഞ്ഞ ടീഷർട്ട് ഇട്ട് അർത്ഥവേ ടി വി എന്നാ. പിന്നെന്തിനാ എനിക്ക് സ്ലോട്ട്? ബാബു സ്ലോട്ട് വെച്ചാൽ അപ്പൊ സ്ലോട്ട് അവിടെ വരും, മനസ്സിലായോ? ഓജിടാ ഓജി. ആ ഒരുത്തനുള്ളത് കൊണ്ടാണ് ഇന്ന് ഈ ഗ്യാങ് ഇവിടെ നിൽക്കുന്നത് പോലും. എനിക്കറിയണ ഒരു പിടുത്തവുമില്ല. മകളെ പിറ്റ് കണ്ടോ മോനാട്ട ആറൊക്കെ ശരിക്കും നിർത്തിട്ട് മാറ്റിയിടണേ. ഓക്കെ ഞാൻ എണീറ്റുന്നവിടെ ഞാൻ തന്നെ നേരിട്ടാണ് വിട്ടില്ലേ. സ്റ്റിയറിംഗ് വീലിലാണോ ഓടിക്കുന്നത്, ജോയ്സ്റ്റിക്കിലാണോ ഓടിക്കുന്നത്? ഒന്ന് അടിച്ചു തരാം കൊടയൊക്കെ കണ്ട. ഓക്കെ സ്റ്റാർട്ട്. റെഡി അല്ലേ? റെഡി അല്ലേ? നിങ്ങൾ റെഡി അടിച്ച് തുടങ്ങും. ഓക്കെ ഈ F1 കളിക്കാൻ എന്ത് രസം അറിയാം അതിനകത്ത്. എന്റെ പൊന്നോ, ഞാൻ F1 ഇൻസ്റ്റാൾ ചെയ്തിട്ടാ. F1ന്റെ സ്റ്റിയറിംഗ് കൂടെ വന്നാ മതി, സെറ്റ്. നോർമൽ ഓടിച്ചു നോക്കിയിട്ടും വിഷയമാണ് കിട്ടല്ലോ. കുഴപ്പമില്ല കുഴപ്പമില്ല. എന്റെ ഫ്രണ്ടിൽ സീജ ഉണ്ട്. സീജ ആയതുകൊണ്ട് ഞാൻ ചെയ്യണില്ല. വേറെ ആരെങ്കിലും കൊന്നേനെ ഞാൻ. ആ ഇതാരെ പിറ്റി കയറണ്? ആ കണ്ടി ഉണ്ണിട്ടാ ഞാൻ ബാക്കില്. ഉണ്ണിട്ടാ ഇതിന്റെ തൊട്ട് ഫ്രണ്ടില് അപ്പുറത്ത്. അമ്മ പൈനാണ് കേട്ടാ, അമ്മ പൈനാണ്. ഹലോ ഓണാക്കോ ഗൈസ്, ഓണാക്കോ ഓണാക്കോ. താങ്ക് യു താങ്ക് യു. എന്നാലും അവരുടെ വിഷമം ആലോചിച്ച് നോക്കിയ സ്വന്തം ഗ്യാങ് ഒഴിച്ച് ബാക്കി എല്ലാ ഗ്യാങ്ങും ലിസ്റ്റിലുണ്ടെന്ന്. ഇതൊക്കെ ഫാൻ പേജിൽ ഇടുന്ന അവസ്ഥയല്ലേ? അവിടെ എന്റെ ടീഷർട്ടിൽ ട്രൈ ചെയ്ത കണ്ടിട്ട് ഫീഡ്ബാക്ക് പറയണേ. മഹാദേവനാണ്. നൈസല്ലേ? എടാ ഇന്ന് രണ്ട് ടർഫുണ്ടോടാ? അയ്യോ അയ്യോ തീ, 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 അയ്യോ അയ്യോ തീ. ഇതിന്റെ അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് രേഖപ്പെടുത്താം. ഇവിടെ ഇറക്കിയിട്ടുണ്ട്. ഭയങ്കര പ്രശ്നം ഇപ്പൊ. എടാ ഇതൊക്കെ MRC-ക്കാര് കണ്ടോണ്ടല്ലോ ബ്രാവോ. വാറെങ്ങാണ് അബദ്ധത്തെ ജയിച്ചു കഴിഞ്ഞാ നിന്നെ മറ്റേ ഇതിനകത്തിട്ടിട്ട് നീ ഒന്ന് ആലോചിച്ച് നോക്ക്. തീ തീ അയ്യോ അയ്യോ തീ അയ്യോ 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 തീ അയ്യോ തീ. ഉറപ്പായിട്ടും വരും. നാലുകളെ വീട് പോയിട്ട്
രണ്ടുപേരുടെ മാറ്റല്ലേ. വാഴയിലെ ബിജുക്കുട്ടനെ ചേട്ടനെ വരച്ചതാണ്. വാഴയിലെ ബിജുക്കുട്ടനെ ഞാൻ വാഴയിൽ വരച്ചത് വിചാരിച്ചാലും അവന്റെ കണ്ണുവരെ ഉണ്ടാൻ തന്നെ അറിയാം കേട്ടോ. അവൻ പ്രശ്നക്കാരനാണേ. ഭയങ്കര ഒരു ജീവനുള്ള പോലെ പോയി. എന്റെ അമ്മോ, ഇതാരാ ഹരികൃഷ്ണന്റെ ആണിത്? പക്ഷെ അവന്റെ ലോഗോ പോലെ ഉണ്ടല്ലോ പെട്ടെന്ന്. നൈസ് ബ്രോ, അടിപൊളി അടിപൊളി അടിപൊളി. എന്തൊക്കെ കാണണം. ഈ ഒരു കാര്യത്തിൽ മാത്രം അവന്റെ കൺസിസ്റ്റൻസി ഹാർഡ് വർക്ക് ഞാൻ ഒന്നും കളിയാക്കാൻ പോലും പറയത്തില്ല. And you have been winning everything with Manchester City except this Champions League, and obviously it's so difficult to win the Champions League. Tell me a little bit why it's so difficult. Because Madrid is always there. If you want to win this competition, you have to beat Real Madrid right now. Before with Barcelona, now it's Real Madrid. For Barcelona, it's not a dream. അല്ല, ഇതെന്താ സംഭവം? എന്തായിരുന്നു ചാമ്പ്യൻസ് ലീഗ് എന്തുകൊണ്ട് ജയിക്കണം ചോദിക്കാം. ആണല്ലേ? യൂറോപ്യൻ ലീഗിൽ ഇത് ഇവിടെ ഉള്ള മാഞ്ചസ്റ്റർ സിറ്റിയാണ് അവിടെ കപ്പടിക്കുന്നത്. അവരെന്തുകൊണ്ട് മറ്റേ ഇതില് ബാഴ്സലോണ മീൻസ് ചാമ്പ്യൻസ് ലീഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ ലാലിഗ എല്ലാ ഇതിലെയും ടീമുകൾ വന്ന് കളിക്കുന്ന സ്ഥലം. ക്രിക്കറ്റിലെ IPL പോലെയാണോ ഇത്? അല്ല 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 അതെ, ക്രിക്കറ്റിൽ IPL, അതെ പല സ്ഥലങ്ങളിലുള്ള IPL ഉള്ള ടീമുകളെല്ലാം 2013 ഉണ്ടായിരുന്ന ആ സാധനം. It's an obsession. And the obsession is called Madrid and Santiago Bernabeu. Let's talk about Real Madrid. Firstly, what do you think of their season last year? Most of the people say, they are lucky in the Champions. No, they are not lucky. Bernabeu, this stadium, they have a different aura. You understand? The energy is different. The energy is different. For me, it's the best club ever in history of football. When you don't kill the Real Madrid kills you. ഞാൻ ഇത് കാണാത്തോണ്ട് എനിക്ക് ഇതൊന്നും അത്രയ്ക്ക് വലിയ റിലേറ്റ് ആവണല്ലോ കേട്ടോ. നിങ്ങൾക്ക് എന്തെങ്കിലും ഫീല് വരുന്നുണ്ടെങ്കിൽ ഓക്കെ. ആണോ? നിങ്ങൾക്ക് രോമാഞ്ചം വന്നിരിക്കണോ? അത്ര വലിയ രോമാഞ്ചമൊന്നുമില്ല. പിന്നെ അല്ല, അപ്പൊ ഇത് എപ്പോഴും ജയിക്കുന്ന ടീം ഏതാണത്? റീസെന്റ് ആയിട്ടൊക്കെ നമ്മൾ തന്നെയായിരുന്നു. നമ്മളെന്ന് പറയുമ്പോ എത്ര റീസെന്റ്? കഴിഞ്ഞ 2025. ഓ, അപ്പൊ റീസെന്റ് എന്ന് പറയുമ്പോ ഞങ്ങളുടെയൊക്കെ അറിവിൽ ലാസ്റ്റ് നടന്നതാണ്. കഴിഞ്ഞതിന്റെ അങ്ങേ വർഷം എന്നൊക്കെ പറഞ്ഞപ്പോ ലാസ്റ്റ് ആരും ജയിച്ചേ? ലാസ്റ്റ് PSG. എന്നാ അതൊക്കെ പറഞ്ഞ പോരെ, അവരാണ് ലാസ്റ്റ് ജയിച്ചത്. അല്ല, 15 ഉണ്ട് നമ്മുടെ കയ്യിൽ. അതാ അങ്ങനെ പറഞ്ഞു. 15 15 ഉണ്ട്. അപ്പൊ കുറച്ച് കിട്ടില്ലാണ് കേട്ടാ. ബാഴ്സലോണയ്ക്ക് എല്ലാ പ്ലേയേഴ്സിനും എല്ലാം അവിടെ പണ്ട് കാലത്ത് ഈ ലിമിറ്റ് ഇല്ലായിരുന്നു പൈസ കൊടുക്കുന്നതിന്. പർച്ചേസ് ചെയ്ത് കളഞ്ഞല്ലേ? അതെ 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 അതെ, കോഴ വിഭാഗത്തിലൊക്കെ ബാഴ്സയാ. അതാണ് സത്യം. അപ്പൊ 11-24 ടേൺ ഓഫ് ദ GPS. I know exactly where I am. ഒതുക്കോ എവിടെ? ഇത് ഏയാണ് ഈ ക്ലിപ്പ്? ഇത് ശരിക്കും ഉണ്ടോ ഇങ്ങനെ സ്ഥലം? സ്ഥലം ആണല്ലേ? നിങ്ങളൊരു അടിപൊളി യൂസ്ഡ് വണ്ടി നോക്കുന്നുണ്ടോ? ബെസ്റ്റ് ഡീലുകൾ എവിടെ കിട്ടുമെന്ന് ഞാൻ പറഞ്ഞു തരാം. ഇനി ഏറ്റവും വലിയ ഹൈലൈറ്റ്, മാർക്കറ്റിലെ ഏറ്റവും കുറഞ്ഞ വിലയാണ് ഇവർ ഓഫർ ചെയ്യുന്നത്. അപ്പോ എങ്ങനെ ഈ ഗ്രൂപ്പിൽ കയറി പറ്റാം? ഞാൻ പറയാം, വളരെ എളുപ്പമാണ്. അവരുടെ ഒരു എക്സ്ക്ലൂസീവ് വാട്സ്ആപ്പ് ചാനലുണ്ട്. എല്ലാ കിടിലൻ ഡീലുകളും അതിലാണ് ആദ്യം വരുന്നത്. ജോയിൻ ചെയ്യാൻ എളുപ്പമാണ്. താഴെ കമന്റിലും ആ ലിങ്ക് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോ ഇനി വെറുതെ സമയം കളയുന്നോ അതോ ഡയറക്റ്റ് ഡീൽസ് വേണോ? മിസ് ചെയ്യരുത്. ഇനി ഒട്ടും വൈകണ്ട. നിങ്ങളുടെ വണ്ടി വേറെ ആരെങ്കിലും കൊണ്ടുപോകും മുൻപ് ആ ലിങ്കിൽ ഇപ്പൊ തന്നെ ക്ലിക്ക് ചെയ്യൂ. കഴുത കളി, അതായത് ചീട്ട് കളി.
ഞാൻ പള്ളിയിലൊക്കെ പോലെയാണ്, എനിക്ക് ധാരാളമാണ്. ഇത് ചീട്ടുകളിയല്ല, കഴുതക്കളിയാ. ഇതില് എല്ലാ ആസും ക്യൂവും ഇതിൽ ഞാൻ എങ്ങനെ കളിക്കേതിട്ട്? എല്ലാവർക്കും അങ്ങനെയൊക്കെ തന്നെ. എനിക്കാടാ, ഞാൻ കളിച്ചോളാം. നിന്റെ ഷഫ്ലിംഗ് ഇട്ട് കണ്ടപ്പോഴേ എനിക്കറിയാം ഞാൻ കളിക്കുന്നില്ല. എനിക്ക് ഞാൻ ഇടാം. നീയൊക്കെ തോട്ടെ. അതിനെ കഴുത ഹാഷർ മരിക്കണം. ആസുള്ളവനൊക്കെ കളി തുടങ്ങും. എടുത്തോണ്ട് പോടാ. താങ്ക് യു. കഴുത ഹാഷർ കളിക്കോ? ഏത് കഴുത? അല്ല കഴുത കളി. ഇവനെ പിടിപ്പിക്കാം, ഒന്ന് താത്തറക്കാം. നീ എന്നെ പിടിപ്പിക്കാൻ നോക്കുന്നല്ലേ? എന്നാ അതിന്ന് താഴെ വരണേ. അളിയന്നെ കാണുമല്ലേ അളിയാ? മണ്ടക്കിട്ട് കിട്ടി കഴുത കളിക്കുന്നവർക്ക് അത് അറിയത്തുള്ളൂ. കള്ളക്കളി കളിക്കാൻ അവിടെ വന്നിരിക്കുന്നത്. ഇത് ഒന്നുമില്ല ഇവന്റെ ഇതില് ഞാൻ പിടിപ്പിക്കും. കഴുത ഹാഷിറിന്റെ കളി ഉമ്മരൊക്കെ കാണാൻ പോണേ ഉള്ളൂ. അടുത്ത വെട്ട്. അടുത്തോ അവനുള്ള അളിയനങ്ങ് മേടിച്ചു. ഇത് എപ്പോഴും എനിക്ക് തന്നെ ഇത് നിങ്ങൾ ഒത്തു കളിയാ. ടീമായിട്ട് ചേർന്ന് വെട്ടുവിനായനെ അങ്ങ് പുറത്താക്കിയാല. നീ കാർഡും കൂടെ മേടിച്ചിട്ട് അവനോട് കളി. വെട്ട് വേണോ? ഞാൻ പോണ്ടാ, ഞാൻ മടുത്തറ. ഇവൻ പോയി അങ്ങനെ കഴുത വിളിക്കുന്ന ആര്? അത് ശരിയാണ്. എങ്കിൽ നീ വിട്ടോ, ഞാനും വെട്ടുവിനായും കൂടെ കളിക്കാം. നിന്നോട് എന്ന് കളിക്കാൻ നീ വിട്ടോ. പേടിച്ചാ വെട്ടെ. കഴുത കളിച്ചൊരു ഫ്ലോയില് വന്നു തരും. എത്ര വെട്ടാണ് ഞാൻ വെട്ടിയത്. സൂപ്പറായിട്ട് ജയിച്ചു തന്നെ. ഞാൻ പോണ്ടാ. അതല്ല ആസി കയറിയല്ലേ.